ഇത്തരം വലിയ ആക്രമണങ്ങൾക്ക് ഇരകളായ സ്ത്രീകൾ ഒന്നുകിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് കളയും. ചില ആളുകൾ മാനസികമായി ഭയങ്കരമായി തകരും. പക്ഷേ ഇവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് വന്നിരിക്കുന്നു. ഈ നടിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു ഘട്ടത്തിൽ ദിലീപ് പോകുന്നത് നാം കണ്ടു. ഇതിൻ്റെ മൊത്തം എപ്പിസോഡ് വായിച്ചാൽ ഇതിലെവിടെ ഒരു ഗൂഢാലോചന കേന്ദ്രം പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇയാളെ പിടിയിലാവുന്നു, നമ്മൾ കണ്ടാണ് പിടിക്കുന്നതൊക്കെ, ജയിലിലാവുന്നു. ജയിലിലായ ശേഷം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അയാൾ ദിലീപിൻ്റെ ചില സുഹൃത്തുക്കളെയും ഡ്രൈവേഴ്സിനെയൊക്കെ വിളിക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ മറുപടിയിൽ സുനി ഒട്ടും തൃപ്തനായിരുന്നില്ല. അയാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവസാനം അയാൾ കത്തെഴുതാൻ തീരുമാനിച്ച് കത്തെഴുതുകയാണെന്നാണ്. കത്തെഴുതിനകത്താണ് ദിലീപിനോട് ഞാൻ നിങ്ങളതിൽ ഒറ്റ കൊടുത്തിട്ടില്ല, നിങ്ങളിപ്പോഴും സേഫാണ്, പക്ഷേ എൻ്റെ കാര്യം പരിഗണിക്കണമെന്ന് പറയുന്നത്. പിന്നീട് അന്വേഷണം ഏതൊക്കെ വഴിക്ക് പോയി നമുക്കറിയാം. അതിനുശേഷം പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ദിലീപ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു. ഒരു ഘട്ടത്തിൽ ദിലീപിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ദിലീപ് അതിൽ പറയുന്നത് സാധാരണ നിലയ്ക്ക് ഇത്തരം വലിയ ആക്രമണങ്ങൾക്ക് ഇരകളായ സ്ത്രീകൾ ഒന്നുകിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് കളയും. ചില ആളുകൾ മാനസികമായി ഭയങ്കരമായി തകരും. പക്ഷേ ഇവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് വന്നിരിക്കുന്നു. മീൻസ് അവരുടെ സിനിമാഭിനയത്തിലേക്ക് വന്നല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഈ നടിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു ഘട്ടത്തിൽ ദിലീപ് പോകുന്നത് നാം കണ്ടു. ദിലീപ് മാത്രമേ ആ പണിയെടുത്തിട്ടുള്ളൂ. മറ്റാരെങ്കിലും അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ തയ്യാറായിട്ടേ ഇല്ല എന്ന് കാണണം. ഇവരെയൊക്കെ വളർത്തിയത് ഞാനാണ്, വലുതാക്കിയത് ഞാനാണ്, ഞാനത് ചെയ്യുമ്പോൾ പോലുള്ള ചോദ്യം ചോദിക്കുന്നു. പിന്നെ പലതരത്തിലുള്ള വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ഒരു ടോട്ടൽ എപ്പിസോഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദിലീപ് ഇതിനകത്ത്, പിന്നെ ഡയറക്ടർ ബാലചന്ദ്രൻ്റെ ഒരു എപ്പിസോഡ് നമുക്ക് ഓർമ്മയുണ്ട്, പുറത്ത് വന്നിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ, അതിനകത്തെ സംഗതികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇൻ ടോട്ടൽ ഇതിലെടുത്ത് നോക്കിയാൽ ദിലീപ് പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഭയങ്കരമായി ഇതിൽ ഇൻവോൾവ് ആണെന്ന് സംശയം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഇതിൻ്റെ പലതരത്തിലുള്ള തടസ്സഹർജികൾ കൊണ്ടുവന്ന് ഈ കേസ് നീട്ടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ദിലീപിന് അനുകൂലമായിട്ട് നേരത്തെ സിദ്ദിഖ് മൊഴിമാറ്റി, നടി ഭാമ മൊഴിമാറ്റി, ബിന്ദു പണിക്കർ മാറ്റി, ഇടവേള ബാബു മാറ്റി, ആരൊക്കെയോ മൊഴിമാറ്റി നമ്മൾ കണ്ടു. എന്നുവെച്ചാൽ ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട കേസിനകത്ത് ഓർക്കണം, വളരെ കേസിനെ ആകെ തന്നെ ഗതി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള മൊഴിമാറ്റൽ ഉണ്ടാവുകയാണ്. മൊഴിമാറ്റിയ ആൾക്കാരിൽ പല ആൾക്കാരും ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് പോലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പലതും അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏതോ ഒരു കേന്ദ്രം, എന്ന് വെച്ചാൽ കയ്യിൽ നല്ല പണമുള്ള ഒരു കേന്ദ്രം, പൾസർ സുനിയെ രക്ഷിക്കാൻ മാത്രമല്ല, ഒരു കയ്യിൽ നല്ല പണമുള്ള ഒരു കേന്ദ്രം ഈ കേസിനകത്ത് പ്രധാനപ്പെട്ട പൈസ കൊണ്ട് മാത്രം വിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ മൊഴികൾ മാറ്റുന്നത്, കേസുകൾ നീട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ദിലീപ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഒരു പോർഷനിൽ ഇപ്പോഴും നമുക്ക് എന്താ പറയുന്നത്, ഒരു ശക്തമായ ഒരു കഥാപാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ്. അയാളെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.